പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ അർവിമായ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുതിയതായിട്ട് ഒരു ടെലിപ്പതി പ്രവചനം നടത്തിയിട്ടുണ്ട്. അത് ഇതാണ് കേട്ടോ. എസിൽ പേര് തുടങ്ങുന്ന ഒരു പയ്യൻ ഫുട്ബോൾ കളിക്കിടെ മത്സരത്തിനിടെ ബോൾ ചെവി സൈഡിലടിച്ചിട്ട് ദാരുണമായി. മലപ്പുറം കോഴിക്കോടുള്ള ചെക്കനാണ് എന്ന് പറയുന്നുണ്ട്. 2 നമ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ മക്കളും ശ്രദ്ധിക്കാന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. വെളുത്ത പയ്യനാണ്. മുടി ചെവി സൈഡിൽ പറ്റേ വണ്ണം അധികം ഇല്ലാത്ത മീഡിയം ഹൈറ്റുള്ള ഒരാൾ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുതിയതായിട്ട് ഒരു ആർവി മായ എന്ന് പറയുന്ന ലേഡി ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ആൾ ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു 3 കുട്ടികൾ താഴെ വീഴുകയും ഒരു കുട്ടിക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞതിനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ വേറൊരു വെള്ളക്കെട്ടിൽ വീണിട്ട് ഒരു അപകടം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ഇത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണെന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് പേര് പറയുന്നതുമുണ്ട്. മറ്റേ എന്താ പറയുക, പൊട്ടക്കണ്ണിൻ്റെ മാവേട്ടേറ് പോലെ സംഭവിക്കുന്നതാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇരിക്കട്ടെ, ബഹുജനം പലവിധം, എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണല്ലോ. സബ്സ്ക്രിപ്ഷൻ, മെമ്പർഷിപ്പ്, അങ്ങനെ പലതും നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ഇത്ര വലിയ സംഭവമാണ്. കാരണം റിപ്പോർട്ട് അടിച്ചൊക്കെ ഒരുപാട് പേര് ആ ലേഡിയുടെ ചാനൽ കളയാനായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം സ്റ്റക്ക് ആവുകയും ചെയ്തു. അപ്പോൾ ഇന്നൊതൻറ്റിക് കണ്ടന്റ് എന്ന ഒരു ഗണത്തിൽ ഇതൊക്കെ വരുവാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള സബ്സ്ക്രിപ്ഷൻ, അനാവശ്യമായിട്ടുള്ള വൾഗറായിട്ടുള്ള ആ സബ്സ്ക്രിപ്ഷൻ വീഡിയോസും അതുപോലെ മെമ്പർഷിപ്പ് ലൈവുകൾക്കും അതിനൊക്കെ എന്തുകൊണ്ട് ഈ ഒരു ഇത് വരുന്നില്ല? റിപ്പോർട്ട് അടിക്കുമ്പോൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അതെന്ത് മൂല്യമുള്ള വീഡിയോ ആണ് അപ്പോൾ അവർ തരുന്നത്? അപ്പോൾ ഇതൊക്കെ മൂല്യമില്ലാത്ത ഇതാണ്, ഇന്നൊതൻറ്റിക്, എന്താണ്, റിയൽ ആയിട്ടുള്ളതല്ല, ഫേക്ക് കണ്ടന്റ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇത് വെച്ചിട്ട് അവരത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ മറ്റത് എന്ത് മൂല്യം കൊടുക്കുന്ന വീഡിയോ ആണ് ഈ സബ്സ്ക്രിപ്ഷൻ? അതെന്ത് മൂല്യമാണ് സമൂഹത്തിനോ അതോ അവരുടെ കുടുംബത്തിനോ മക്കൾക്കോ കുഞ്ഞുമക്കൾക്കോ വേണ്ടിയുള്ള വീഡിയോയോ? അതിനെന്തുകൊണ്ട് നടപടി ഇല്ലാത്തത്? അപ്പോൾ ഇതിനൊക്കെ റിപ്പോർട്ട് അടിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾ വരെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള ആ വൾഗർ വീഡിയോസിന് റിപ്പോർട്ട് അടിക്കുക. ഇവിടെ പലതരത്തിലുള്ള മാഫിയകളൊക്കെ ഉണ്ട്. എല്ലാത്തിലോട്ടും നിങ്ങളുടെ ഒരു വിലയേറിയ ഇടപെടലുകൾ വേണമെന്ന് പറയുകയാണ്. ഇത് പൂട്ടിക്കാൻ നടക്കുന്നവർ മാത്രം. അപ്പോൾ അതെന്തു ആയിക്കോട്ടെ, അവർ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്ന് മാന്യമായിട്ട് അവർ വർക്ക് ചെയ്ത് തന്നെ ജീവിക്കുന്നു. അങ്ങനെയല്ലാതെ അവരുടെ വർക്ക് തന്നെ സമൂഹത്തെ ദ്രോഹിക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ടീമുകൾ വേറെ ഉണ്ടല്ലോ. അവരെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സന്ദർശിക്കുക. അങ്ങനെയുള്ള ടീം വർക്കുകൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരാളൊന്നും അല്ല, ഇഷ്ടം പോലെ വരുന്നുണ്ട്. റിപ്പോർട്ട് അടിക്കുന്നുണ്ട്, മാറി റിപ്പോർട്ട് അടിക്കുന്നുണ്ട്. ഏതൊക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. തീർച്ചയായിട്ടും ഇതിന് നിയമം വരും. കാരണം അങ്ങനെയാണ് സമൂഹത്തിൻ്റെ പോക്ക്. ഈ ആർവി മായ എന്ന ഈ ലേഡിയുടെ ചാനലിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് അടിച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ നടപടികൾ എന്താ പറയുക, നീക്കം ചെയ്യലും എല്ലാമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ അത്രയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. ഈ ഇന്നൊതൻറ്റിക് കണ്ടന്റ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ ഒരുപാട് പോളിസി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിനും കൂടി ഇത് ഈ ഒരു കാര്യത്തിനും കൂടി, ഈ വൾഗറായിട്ടുള്ള വീഡിയോസ് ഇടുന്നവരുടെ കാര്യത്തിലും കൂടി എന്തെങ്കിലും തീരുമാനം ഈ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എല്ലാ പ്ലാറ്റ്ഫോമുകളും. അല്ലെങ്കിൽ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളൊന്നും കാണത്തില്ല, പുതുതലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കൾ കാണും എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് ഓരോരുത്തരൊക്കെ, വലിയ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ. അതിനൊക്കെ അവർക്ക് ന്യായീകരണങ്ങളാണെങ്കിൽ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട്, ഈ ചാനൽ, ഈ ലേഡിയുടെ ചാനൽ റിപ്പോർട്ട് അടിച്ചു, അതിന് പോയി ഇങ്ങനെ കുറച്ച് ദിവസം സ്റ്റക്കായി എന്ന് കേട്ടതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. വേറെ ആരുടെ സ്റ്റക്ക് ആവണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഈ ലേഡി ഇതുപോലെ പ്രഡിക്റ്റ് ചെയ്ത് പറയുന്നത്, വെറും ഒരു കമൻ്റ് ഇട്ട് പറയുന്നത് അവരുടെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് കുത്തിച്ചുറച്ചിലാണ്. അതെന്ത് പ്രൊഫഷൻ? അതപ്പോൾ അവർക്ക് പ്രൊഫഷൻ ആയിക്കൂടെ? അപ്പോൾ ഈ മെമ്പർഷിപ്പ് നടക്കുന്നതിന് അവരവരുടെ ഇഷ്ടത്തിന് അഭിനയിച്ച് അവർക്ക് നടക്കുന്ന, അവരും പറയുന്നത് അവരുടെ പ്രൊഫഷനാണെന്നാണ്. അപ്പോൾ ഈ ടെലിപ്പതി പ്രഡിക്ഷൻ നടത്തുന്ന അവർ തിരഞ്ഞെടുത്ത പ്രൊഫഷന് റിപ്പോർട്ട് അടിക്കുമ്പോൾ അവർക്ക് ബ്ലോക്ക് വരുന്നു, അത് ചാനൽ ബ്ലോക്ക് ആക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ മറ്റ് അല്പവസ്ത്രധാരികളുടെ അവർ തിരഞ്ഞെടുത്ത പ്രൊഫഷന് നമ്മൾ ഇത്രയോ പേര് റിപ്പോർട്ട് അടിച്ചിട്ട് എന്തുകൊണ്ട് അവരുടെ അതിന് നടപടിയൊന്നും വരാത്തത്? അതാണ് അനീതി എന്ന് പറഞ്ഞാൽ. നമ്മുടെ സാധാരണക്കാരുടെ എത്രയോ ചാനലാണ് പോകുന്നതെന്നറിയാവോ? സാധാരണക്കാരുടെ എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തെങ്കിലും അവരവരെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഇടുമ്പോൾ മൂല്യമില്ലാത്ത വീഡിയോസ് എന്ന രീതിയിൽ പോളിസി വന്നിട്ട് അതിൻ്റെ കീഴിൽ വന്നിട്ട് ചാനൽ പോവുകയാണ്.
അപ്പോൾ മൂല്യമില്ലാത്ത ഈ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള ചാനലുകൾ പോകണം. അല്ലാതെ നമ്മുടെ ഇപ്പം നാളെ എൻ്റെ ചാനൽ കാണുമെന്ന് പോലും ഒരു നിശ്ചയവും ഇല്ല. കാരണം അങ്ങനെയാണ് പോളിസി വന്നത്. പക്ഷേ ഈ മെമ്പർഷിപ്പുകാർക്ക് മാത്രം, ബാഡ് മെമ്പർഷിപ്പുകാർക്ക് മാത്രം എന്തുകൊണ്ട് ഈ പോളിസി ഒന്നും ബാധകമല്ലാത്തത്? ആയിരങ്ങൾ അതിൻ്റെ താഴെ പോയി പായിച്ച് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ? മെമ്പർഷിപ്പ് എടുത്ത് ധാരാളം വരുമാനം കിട്ടുന്നത് കൊണ്ടാണോ? അത് എത്ര നാൾ നിൽക്കും? ഭാവി തലമുറ ഒരിടത്തൊരു പുരോഗതി ഉണ്ടാകുമ്പോൾ ബാക്കി ഇപ്പുറത്തുള്ള ഒരു വലിയൊരു വിഭാഗം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഇത് മനസ്സിലാക്കിയാൽ നല്ലത്, എല്ലാവർക്കും നല്ലത് തന്നെ. അപ്പോൾ ഇതൊക്കെ എന്നാലേ ഇതിനൊക്കെ ഒരു ശമനം വരുള്ളൂ. അഹങ്കാരം പോലെയാണ്. ഞാൻ എന്തും കാണിക്കും, നിങ്ങളത് കാണണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചുകൊണ്ട് കുറേ ടീമുകൾ അങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുക. നടത്തരുത്. ഇതിന് പോളിസി ഉണ്ട്. ഇതിന് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒരുപാട് ചേട്ടന്മാരൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യും, അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് കറക്റ്റായിട്ടൊരു പോളിസിയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അടങ്ങിക്കോളും. അല്ലാതെ അടക്കത്തില്ല. പോയി പണിയെടുത്ത് ജീവിക്കട്ടെ. എന്നിട്ട് സാധാരണക്കാരുടെ ചാനൽ കളയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ളവരൊക്കെ വളർത്തിയിട്ട് സാധാരണക്കാരുടെ ചാനൽ കളയുന്നു. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതെന്ത് നീതിയാണെന്നുള്ളത്. റിപ്പോർട്ട് അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല, അവർക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ, ടെലിപ്പതി എന്നുള്ള ഒരു ടോപ്പിക് എടുത്ത് ഇവർ സംസാരിക്കുന്നത് റിപ്പോർട്ട് അടിക്കുന്നു പോകും. അതാണ് അനീതി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ.